ആ പിന്നെ ഞാൻ കുറച്ച് സമയത്തേക്ക് കടയിലേക്ക് പോവാ. ആ ദൈവത്തെ ഓർത്ത് മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു വെക്കരുത്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എനിക്ക് വീണ്ടും വഴക്ക് കിട്ടും. ഇന്നലെ കേട്ടതല്ലേ? ആ പറഞ്ഞത് വല്ല തലയിൽ കയറുന്നുണ്ടോ? പ്ലീസ്. ചിറ്റേ, വിശക്കൊന്ന് കഴിക്കാനെന്തെങ്കിലും തരാവോ? അമ്മൂമ്മയോട് പറയാമെന്ന് വിചാരിച്ചതാ. അമ്മൂമ്മ വന്ന് ചിറ്റയോട് പറയും. എന്നാ പിന്നെ ഞാൻ നേരെ വന്ന് ചിറ്റയോട് പറഞ്ഞാ പോരെ? അത് ശരിയാ. വാ, ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തു തരാം. താങ്ക് യു. ചിറ്റ ഒരു നല്ല സ്ത്രീയാണ്. പക്ഷെ ഈ വീട്ടിലുള്ള എല്ലാരും ചിറ്റയെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തെറ്റ് ഞാനല്ലേ ചെയ്യുന്നത്, അപ്പം വഴക്ക് ഞാൻ കേൾക്കേണ്ടതല്ലേ? ചിറ്റയൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ. ഇത് ബാക്കിയുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? അന്ന് അമ്മമ്മ ഭയങ്കരമായിട്ട് ദേഷിക്കുന്ന കണ്ടു. പപ്പായും മമ്മിയും അങ്കിളും എല്ലാരും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അയ്യോ, തീ പിടിച്ചു, തീ പിടിച്ചു. വേഗം വന്നാ തീ അണയ്ക്കാൻ നോക്ക്. അയ്യോ, ഓടി പോയ തീ പിടിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഒരു കാരണവശാലും ഈ പെണ്ണിനെ ഈ വീട്ടിൽ മരുമകളാക്കി കൊണ്ടുവരരുതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ആര് കേൾക്കാനാ? ലവ് മാരേജ് ചെയ്യാൻ നിനക്ക് വലിയ ആഗ്രഹമായിരുന്നില്ലേ? അമ്മച്ചി, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതാ, ഇനി എത്ര ദിവസം നമ്മളിവിടെ പേടിച്ചിരിക്കും? ഞാൻ പറയുന്നതേ, പ്രിയയും അവന്റെ ഭാര്യയുടെയും എത്രയും പെട്ടെന്ന് പുറത്താക്കുന്നതാ നല്ലത്. കൊള്ളാം, കൊള്ളായിടത്തി കൊള്ളാം. എത്ര നല്ല ഐഡിയ നിങ്ങൾ തന്നിരിക്കുന്നേ. ഞാനും ഇവിടും ഈ വീട് വിട്ട് പോകണം അല്ലേ? എന്നിട്ട് വേണം നിങ്ങൾക്കും ചേട്ടനും ഈ വീടിന്റെ പുതിയ അവകാശികളാകാൻ. അപ്പോ നീയും ഈ വണ്ടിപ്പെണ്ണി ചെയ്തു കൂട്ടുന്നതിന് കാരണം ഞങ്ങളും ഞങ്ങളുടെ ജീവൻ ത്യാഗം ചെയ്യണോ? ഇതിനല്ലേ ഈ മാരണത്തെ വലിച്ചു കെട്ടി കൊണ്ടുവന്നത്? അപ്പൊ നീ തന്നെ ഈ മാരണത്തെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകും. അറ്റ്ലീസ്റ്റ് ചിറ്റനെ ഭ്രാന്തി എന്ന് വിളിക്കാതിരുന്നൂടെ? നോക്കു പ്രിയം, നിന്റെ അവകാശം ഞങ്ങൾക്കാർക്കും വേണ്ട. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവും. ആർക്കറിയാ, ഇവളെന്നെ കൊല്ലാതെ പോകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നീ മരുന്നൊക്കെ കഴിച്ചോ? ഇല്ല, മറന്നുപോയി. ഇപ്പൊ കഴിച്ചോളാം. രുചി, കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് അസുഖമുണ്ട്, മറവിയുടെ രോഗമുണ്ട്. അപ്പൊ നീ മരുന്നൊന്നും കഴിക്കാൻ ഇത്ര കെയർലെസ് ആയ എങ്ങനെയാ? എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? ഇത് നോക്കു രുചി, എന്റെ ബിസിനസ് പണ്ടത്തെ പോലെയല്ല, ഡൗണാ. 1 രൂപയുടെ ബിസിനസ് പോലും ഉണ്ടാവാറില്ല. ചിലപ്പോ ഞാൻ വേറൊരു ഷോപ്പ് വാങ്ങാനുള്ള ശ്രമത്തിലാ, വേറൊരു ബിസിനസ് തുടങ്ങാനുള്ള ഓട്ടത്തിലാ. അതിനെ പോലെ എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. ഇതൊന്നും കൂടുന്ന ദിവസം നിന്റെ ഓരോരോ പ്രശ്നങ്ങളും. ഞാനിത് വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നല്ലോ. എന്ത് ചെയ്യാനാ? മറന്നു പോകുന്നു ഞാൻ. അതിനിപ്പോ എന്ത് ചെയ്യണം? മരിക്കണോ ഞാൻ? നിങ്ങൾ എല്ലാരും എന്നെ എന്നും കുത്തുവാക്ക് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. ശ്രദ്ധിച്ചാ ഞാൻ ഓരോ ജോലിയും ചെയ്യുന്നത്, എന്നിട്ട് ഓരോ കുഴപ്പമുണ്ടാവുന്നു. ഞാൻ എന്ത് ചെയ്യും? ശ്രദ്ധിക്കേണ്ടത് ഞാനായിരുന്നു നിന്റെ കാര്യത്തില്. നിന്റെ ഈ രോഗം കല്യാണത്തിന് ശേഷം കൂടുന്നിറങ്ങിരുന്നെങ്കിലേ, അതായത് ദിവസം കൂടുന്നോളം പ്രശ്നങ്ങൾ കൂടുന്നിറങ്ങിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം ഇങ്ങോട്ട് നോക്കു രുചി. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ. ഞാൻ അങ്ങനൊന്നും ആഗ്രഹിക്കുന്നില്ല.
പക്ഷെ അമ്മയ്ക്ക് കുറ്റം കണ്ടുപിടിക്കാൻ അവസരം കൊടുക്കരുത്. നിന്നെയാണെങ്കിലും എന്നെയാണെങ്കിലും വഴക്കൊന്നും പറയരുത്. വലിയേട്ടനെ ജോലി കൈവിട്ട് പോയിരിക്കുക. അവൻ അമ്മേനെ വശത്താക്കാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കത് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ചേട്ടത്തിയാണെങ്കിൽ നിന്നെ അമ്മയുടെ ശത്രുവാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. നീയും കേട്ടതല്ലേ, വീട്ടിൽ നിന്ന് പുറത്തയക്കാൻ. അപ്പൊ അവർക്ക് വീട് കിട്ടുമല്ലോ. പ്രിയം, നിങ്ങളല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാതെ വേറെ ആര് പറയുന്നത് മനസ്സിലാക്കുക ഞാൻ. ഇനി നമ്മുടെ ഈ വീട്ടില് എന്റെ അശ്രദ്ധ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കിക്കോളാം. ഇത് നോക്കൂ രുചി, നീ ഇപ്പോ എന്തെങ്കിലും ചെയ്ത് അമ്മയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ നോക്ക്. നാട്ടിൽ അമ്മയുടെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അമ്മ അതൊന്നും ഒരിക്കലും വിൽക്കില്ല. ഞാൻ എൻ്റെ ഷെയർ വിറ്റിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയയിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് അമ്മയുടെ സ്നേഹം കരസ്ഥാക്കണം. നിനക്ക് ഞാൻ പറയുന്നത് വലുത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. ഞാൻ ചെന്ന് ഗുളിക എടുത്ത് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും മറന്നുപോകും. ശരി. വാതിലൊക്കെ ലോക്ക് ചെയ്തോ? ആ, വാതിലടച്ച് ലോക്കിട്ടു. അയ്യോ, എല്ലാരും ഓടി വായോ. ഞാനിവിടെ വെച്ചിരുന്ന പൈസ കാണാനില്ല. ആരെടുത്തെന്നറിയില്ല. പുഷ്പേ, ഓടി വായോ. എന്താ ഇത്? പുഷ്പേ, ഇവിടെ വെച്ചിരുന്ന പണത്തെ പുഷ്പേ. കാണാനില്ല. ആരോ മോഷ്ടിച്ചിരിക്കുന്നു. എഴുന്നേറ്റേ. ആ, എന്ത് പറ്റി? അമ്മ എന്തിനാ കരഞ്ഞ് നിലവിളിക്കുന്ന? അതെ അതെ, ഓടി വാ. വാ അമ്മേ. ആരോ എടുത്തിരിക്കുന്നു. അയ്യോ, പൈസ കാണാനില്ല. ആരെടുത്തെന്ന് അറിയില്ല. ഞാനിവിടെ പെട്ടിയിലാ വെച്ചിരുന്നേ. അല്ല അമ്മ, കള്ളൻ എങ്ങനെ വീട്ടിനകത്ത് കയറുന്നേ? നീ എന്നോട് എന്തിനാ ചോദിക്കുന്നേ കള്ളം കറിയതാണോന്ന്? നീ അതുപോയി നിന്റെ ഭാര്യയോട് ചോദിക്ക്. ഇവൾ എന്തിനാ വാതിൽ ആദ്യം തുറന്നു വെച്ചെന്ന് ചോദിക്ക്. ഞാൻ നിന്നോട് അപ്പോഴേ ചോദിച്ചതല്ലേ ഡോറൊക്കെ ലോക്ക് ചെയ്തോന്ന്. നീ ഇപ്പൊ എന്താ പറഞ്ഞ എല്ലാം ലോക്ക് ചെയ്തെന്ന്. പിന്നെ എങ്ങനെയാ ഈ വീട്ടിൽ കള്ളം കയറിയത്? പറ. നീ എത്ര വലിയ തെറ്റ ചെയ്തതെന്ന് നിനക്കറിയാവോ? ഭാഗ്യത്തിന് കള്ളനങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഒരുപക്ഷെ അമ്മായി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് ഉത്തരം പറയും? പ്രിയം, എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിത്തിരി കൂടിപ്പോയി. ഒന്നുകിൽ ഈ വീട്ടിൽ അവൾ ജീവിക്കണം, അല്ലെങ്കിൽ ഞങ്ങള്. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഈ വീട് വിട്ട് പോകണല്ലേ. അല്ല ആർക്കറിയാം, ഇവളുടെ വല്ല പേരും പറഞ്ഞ് കള്ളന്മാര് കയറിയിട്ട് പൈസ ഒക്കെ അടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. നീ ഇതൊക്കെ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയാവോ പ്രിയം? എടാ നിന്നെ. അയ്യോ, നിങ്ങൾക്ക് പ്രാന്ത് പിടിച്ചോ? ചേട്ടന് നീ തല്ലുവോ? ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരി ആരാണോ അവളെ ഒന്നും പറയുന്നില്ലല്ലോ. എന്തിനാടാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? ആദ്യം ഇവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്ക്. ഒന്നും മിണ്ടാതിരിക്കമേ. രുചിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം ഈ വീട്ടിൽ ആരെങ്കിലും ഒരാളും മിണ്ടിയാ പോലും ഞാൻ അവളെ കേട്ടത്. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇനി അവളെ കുറിച്ച് ആരെങ്കിലും ഒരു വാക്ക് തെറ്റായിട്ട് പറഞ്ഞ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. ചിറ്റ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ കാരണം ഈ വീട്ടിൽ ആർക്കും സന്തോഷമില്ല. ഏട്ടനും പ്രശ്നങ്ങൾ മാത്രം. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചേനെ. ഞാൻ എന്ത് ചെയ്യും?
ചിറ്റയാരും സ്നേഹിക്കുന്നില്ലെന്നുള്ള വിഷമം വേണ്ട. ഞാൻ ചിറ്റയെ ഇത്ര സ്നേഹിക്കുന്നില്ലേ? ചിറ്റ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും ചിന്തിക്കണ്ട. ഞാൻ എപ്പോഴും ഉണ്ടാവും ചിറ്റയുടെ കൂടെ. മാത്രമല്ല, എന്തായി കാണിക്കുന്നേ? ഐ എം സോ സോറി. അത് ഞാൻ നീ ഇവിടുന്ന് പോകുന്നുണ്ടോ? പോവാൻ നോക്ക്. പക്ഷെ നീയല്ലേ എന്നോട് പറഞ്ഞത് കാശ് ഡബിളായിട്ട് കിട്ടുമെന്ന്? പിന്നെ അതങ്ങനെ കൈവിട്ടു പോയി. പറഞ്ഞതാ. പക്ഷെ എല്ലായ്പ്പോഴും ഒരേപോലെ പണം ഇരട്ടിക്കില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ സമയം മോശമായിരുന്നു. മാത്രമല്ല, ഇപ്പൊ കടവും നിങ്ങളുടെ തലയിലേക്ക് കയറിയിട്ടുണ്ട്. മനസ്സിലായോ? കടവോ? എന്ത് കടം? നീ നിന്റെ പൈസ മാത്രമല്ല തോറ്റത്, അതിന്റെ കൂടെ 10 ലക്ഷം രൂപ കടവാക്കിയിട്ടുണ്ട്. കടവോ? നീ തോറ്റ് കടവാക്കി വെച്ച പൈസ 2 ദിവസത്തിനുള്ളിൽ നീ എവിടെ അടയ്ക്കേണ്ടി വരും. പക്ഷെ നീ എന്തിനാ ഒരു വാക്ക് പോലും ചോദിക്കാതെ അത്രയും കാശ് വെച്ച് കളിച്ചത്? ഇനി ഈ കാശിന് ഞാൻ എവിടെ പോവും? പക്ഷെ രമേശ്, നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? പൈസ എന്തായാലും കൊടുക്കേണ്ടി വരും. സത്യം, ചൂത് കളിച്ച് തോറ്റ പൈസ ആരും എടുത്തോണ്ട് ഓടാൻ പറ്റില്ല. 2 ദിവസത്തെ സമയമുണ്ട് നിന്റെ അടുത്ത്. അതിന്റെ ശേഷം പരിണിത ഫലം നിനക്ക് തന്നെ മനസ്സിലാവും. രമേശ്, രമേശ്, അമ്മേ, എനിക്ക് അത്യാവശ്യം പൈസയുടെ കാശിനിപ്പോ ഞാനങ്ങോട്ട് പോനാ? ഉള്ള കാശ് നിന്റെ ഭാര്യ ഏതോ കള്ളനെടുത്തു കൊടുത്തു. ഇപ്പൊ കാശിന് ഞാനെന്ത് ചെയ്യാനാ? ഏത് സമയത്ത് കാശ്. അമ്മ, നിങ്ങളെന്താ ഗ്രാമത്തിലെ ഭൂമി വിൽക്കാത്തത്? ആ സ്ഥലത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുന്നേ? കൊള്ളാം മോനെ, ഞാനാ ഭൂമി വിൽക്കണമല്ലേ? എന്നിട്ട് ആ കാശ് കൊണ്ട് നിനക്ക് ഞാൻ തരണോ? എൻജോയ് ചെയ്യാനായിട്ട്. കൊള്ളാം. ഈ കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ അച്ഛൻ ഈ ഭൂമി മൊത്തം വാങ്ങിച്ചത്, ഈ വീടുണ്ടാക്കിയതും നിന്റെ അച്ഛൻ തന്നെയാ. നീ പറയുന്നത് ഇതെല്ലാം വിറ്റ് പറക്കിട്ട് ഞാൻ തെരുവിൽ വരണമെന്നാണോ? മൊത്തം കാശ് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവും. ഒരൊറ്റ കാശ് തരില്ല നിങ്ങൾക്ക് ആർക്കും. നിനക്കും തരില്ല, മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. ഓ, എനിക്കും എല്ലാം അറിയാം. ഈ കാണുന്ന പൈസ മൊത്തം നിങ്ങൾ ആർക്ക് കൊടുക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ നാടകം എന്റെ മുന്നിൽ കളിക്കരുത്. നാടകം കളിക്കുന്നു? ഇതൊക്കെയാണോടെ ഞാൻ നിന്നെ പഠിപ്പിച്ച് വളർത്തിയത്? ഇനിയും നിങ്ങൾ എനിക്ക് മര്യാദ പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല. ഒരുപാട് പഠിപ്പിച്ചതാ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്റെ ചേട്ടന് നിങ്ങൾ എല്ലാം എഴുതി കൊടുക്കണം അല്ലേ? നിങ്ങൾ എന്താ കരുതിയേ ഞാൻ പൊട്ടനാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ? രുചിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കളിക്കുന്ന ഒരു വൃത്തിയായിട്ട കളിയുണ്ടല്ലോ, അത് ഞാൻ അനുവദിക്കില്ല. സ്വത്തിലെ സമ്പാദ്യത്തിൽ എനിക്ക് കിട്ടേണ്ട ഷെയർ എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാനും നോക്കട്ടെ നിങ്ങൾ ആർക്ക് എന്ത് എഴുതി കൊടുക്കാൻ പോന്നേന്ന്. ഒന്ന് പോടാ, ചെന്ന് നോക്ക്. ഞാൻ നിന്നോട് ചോദിക്കില്ല, 1 രൂപ പോലും നിന്നോട് ഞാൻ ചോദിക്കില്ല. നിങ്ങൾ എന്നെ വിട്ടിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. കണ്ടറിയാം നമുക്ക്. എന്തുപറ്റി സാഗർ? വാതിലെന്തിനാ അടയ്ക്കുന്നേ? ചിറ്റെ കുറെ ദിവസമായിട്ടൊരു കാര്യം മനസ്സിൽ കിടക്കുന്നു. ഇന്ന് തന്നെ അതങ്ങ് പൂർത്തിയാക്കിയാലോ? നീ എന്തായി കാണിക്കുന്നേ? വീടെന്നെ ഞാൻ ബഹളം വെക്കും. എത്ര ബഹളം വേണമെങ്കിലും വെച്ചോ. വീട്ടിൽ ആരും ഇല്ല. ആര് കേൾക്കും നിങ്ങളുടെ ശബ്ദം?
ചിറ്റയ്ക്കൊരു അസുഖമുണ്ട്. അത് കാരണം പ്രിയങ്ങളും വീട്ടുകാരും എല്ലാം ചിറ്റയുടെ മേലെ ദേഷ്യത്തിലുമാണ്. ചിറ്റ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, ആരോടെങ്കിലും പറഞ്ഞാ ചിറ്റ പറയുന്ന ആര് വിശ്വസിക്കും? അപ്പൊ ഞാൻ അവരോടെല്ലാം പറയും വേറെ ആരോ ചെയ്ത് ചിറ്റ എന്റെ തലയെ കെട്ടിവെക്കുകയാണ്. അങ്കിളും പപ്പയും തമ്മിൽ എന്തായാലും വഴക്കാണ്. ഒന്ന് ചിന്തിക്കൂ ചിറ്റേ. ഞാൻ പറയുന്നത് മിണ്ടാതിരിക്കുന്നേ ചിറ്റയ്ക്ക് നല്ലത്. കാമത്തിന്റെ വിശപ്പിന് ബന്ധങ്ങളുടെ വില മനസ്സിലാകില്ല.